ഹലോ വെൽക്കം ടു മൈ ചാനൽ. ബിഫോർ 2026 എന്ന് പറയുമ്പോൾ 2025 തീരാനായിട്ട് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഇനി നമ്മുടെ കയ്യിലുള്ളൂ. പുതിയ വർഷം നമുക്ക് വളരെ ബെറ്റർ ആയിരിക്കണമെന്നൊക്കെ കരുതി ന്യൂ ഇയറിന് ചെയ്യാനായിട്ട് കുറേ റെസൊല്യൂഷൻസൊക്കെ നേരത്തെ തന്നെ നമ്മളങ്ങോട്ട് പ്ലാൻ ചെയ്ത് വെക്കും. എല്ലാ വർഷത്തെയും പോലെ ആദ്യത്തെ ഒരു 5-6 ദിവസം വളരെ കഷ്ടപ്പെട്ട് അത് പാലിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. പിന്നെ പതിവ് പോലെ അതങ്ങോട്ട് മറക്കും. പിന്നെ എല്ലാം പതിവ് പോലെ ആയിരിക്കും. അതേപോലെ നമ്മൾ കഷ്ടപ്പെടാനും തുടങ്ങും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ആണ് ഈ ബിഫോർ 2026 എന്ന് പറയുന്നത്. പുതിയ വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പ്രൊഡക്റ്റീവ് ആവണം, ബെറ്റർ ആകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ന് മുതൽ നമ്മൾ ഈ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന റെസൊല്യൂഷൻസൊക്കെ നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്ത് തുടങ്ങണം. അതായത് നമ്മൾ ഇന്ന് മുതൽ ഈ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന പോലെ നമ്മുടെ ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമതായിട്ട് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. അന്നന്നത്തെ ദിവസം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റിൽ അങ്ങോട്ട് എഴുതി വെക്കുക. ടു ഡു ലിസ്റ്റ് പ്ലാനറൊക്കെ ഇപ്പോൾ വളരെ ചെറിയ എമൗണ്ടിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമുക്ക് കിട്ടും. ഇനി അതല്ല, ഒരു സാധാരണ നോട്ട്ബുക്ക് വാങ്ങി അതിൽ ചെയ്തു വെച്ചാലും മതി. രണ്ടാമതായിട്ട് ഒരു 50 മിനിറ്റ് വർക്കൗട്ട്. ചെറിയ എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ്, ചെറിയൊരു നടത്തം, ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ റിഫ്രഷിംഗ് ആയിരിക്കും. ഇനി മൂന്നാമതായിട്ട് ഫൈൻഡ് യുവർ ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഇൻ യുവർ ലൈഫ്. നമ്മളിൽ പലർക്കും പല ഇൻട്രസ്റ്റുകളായിരിക്കും. ചിലർക്ക് പെയിൻറ്റിങ്, ഗാർഡനിങ്, ഡ്രോയിങ്, അങ്ങനെ പലതായിരിക്കും പലർക്കും ഉള്ള ഇൻട്രസ്റ്റുകളായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കുള്ള ഇൻട്രസ്റ്റ് എന്തിലാണെന്ന് കണ്ടെത്തിയിട്ട് അതിനായിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണം. അത് നമ്മുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരും. നാലാമത്തതാണ് ജേർണലിംഗ്. എനിക്ക് ഈ കൂട്ടത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഫ്രീ റൈറ്റിംഗ് ജേർണലിംഗ് എന്ന് പറയും. ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് ഡയറിയാണ്. ജേർണലിംഗ് അന്നന്നത്തെ കാര്യങ്ങൾ എഴുതുക എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നല്ലൊരു ഫ്രണ്ടിനോട് സംസാരിക്കുക എന്നതുപോലെ കാര്യങ്ങളെ എഴുതി വെക്കുക. അതിൽ അക്ഷരത്തെറ്റ് വരാം, ഹാൻഡ് റൈറ്റിംഗ് നന്നാകില്ല, ഇതൊന്നും ജേർണലിങ്ങിന് ഒരു പ്രശ്നമല്ല. ഇനി ഒരു ദിവസം നമ്മൾ എഴുതിയില്ല, അതും ഈ ജേർണലിങ്ങിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നതേയല്ല. ജേർണലിങ്ങിൽ ചെയ്യുന്നതിലൂടെ ഒരു വലിയൊരു ഹീലിംഗ് പ്രോസസ്സാണ് നടക്കുന്നത്. നമ്മുടെ സങ്കടവും സന്തോഷവും ഡ്രീംസും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒന്നാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. ഒരു അൺഡേറ്റഡ് ഡയറിയോ അല്ലെങ്കിൽ ബുക്കോ വാങ്ങി അതിനൊരു പേരൊക്കെ കൊടുക്കുക. എന്നിട്ട് അതിൽ എഴുതാനായിട്ടൊരു ഫിക്സഡ് ടൈമും അങ്ങോട്ട് കണ്ടുപിടിക്കുക. 10 പേജ് 20 പേജ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു 5 വരിയെങ്കിലും ഒരു ദിവസം എഴുതാനായിട്ട് ശ്രമിക്കണം. നല്ലതാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. ഭയങ്കര എഫക്റ്റീവാണ്. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കുള്ള എഫക്റ്റീവ്നെസ് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇനി അഞ്ചാമതായിട്ട് ഗിവ് 50 മിനിറ്റ്സ് ഫോർ റീഡിങ്. ആദ്യം കുറച്ചധികം ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും ഒരു 15 മിനിറ്റ് നമ്മൾ ബുക്സ് വായിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ കിടക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിനും നമ്മുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് നമ്മളെ ഒരുപാട് സഹായിക്കും. ആദ്യം കുറച്ച് പേജുകളുള്ള ബുക്സോ കഥകളോ നോവലോ ഒക്കെ വായിക്കാനായിട്ട് ശ്രമിക്കുക. പതിയെ അതിലേക്ക് ഇൻട്രസ്റ്റ് വന്നതിന് ശേഷം കുറച്ചധികം പേജസ് ഉള്ള ബുക്സൊക്കെ വായിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കതൊരു ഒബ്സഷനായിട്ട് മാറും. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ടൈം പതിയെ കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ആറാമതായിട്ട് പ്രോപ്പർ സ്ലീപ്പ്. കറക്റ്റ് സമയത്ത് ഒരു 10 മണി അല്ലെങ്കിൽ മാക്സിമം ഒരു 10:30 നമ്മൾ ഉറങ്ങിയിരിക്കണം. എന്നിട്ട് ഒരു 5:30 ആകുമ്പോഴേക്കും വെളുപ്പിന് ഉണരാനും നോക്കണം. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബ്രെയിനും ബോഡിയും ഒക്കെ റെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ്റെയും ബോഡിയുടെയൊക്കെ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ കറക്റ്റ് ഒരു 10 മണി ആകുമ്പോഴേക്കെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കണം. ഇനി ഏഴാമതായിട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ ടിക്ക് യുവർ ടു ഡു ലിസ്റ്റ്. അതായത് രാവിലെ നമ്മൾ എഴുതിയ ടു ഡു ലിസ്റ്റിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ടിക്ക് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ദിവസത്തേക്ക് റീഷെഡ്യൂൾ ചെയ്യാനും മറക്കരുത്. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ആയിരിക്കണം. ഇതൊക്കെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ഭയങ്കര ഈസിയും പ്രൊഡക്റ്റീവും ഒക്കെ ആയിട്ട് മാറും. ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ ലേസിനെസ് ഇല്ലാതെ ഇൻട്രസ്റ്റോട് കൂടി നമ്മളെ ചെയ്യാനായിട്ട് സഹായിക്കും. ഈ ജേർണലിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ജേർണലിങ്ങിൽ തന്നെ പല ടൈപ്പ് ഓഫ് ജേർണലിംഗ് ഉണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ 2026 നല്ലൊരു ഇയർ ആകട്ടെ എല്ലാവർക്കും. ഈ കാര്യങ്ങളൊക്കെ ഇന്ന് മുതലൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.